റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് റിവ്യൂയിലേക്ക് പോകാം. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ ഒരുക്കിയ മോസ്റ്റ് അവൈറ്റിംഗ് മലയാള ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 മിനിറ്റും 23 സെക്കൻഡ്സും ദൈർഘ്യം ഈ ടീസർ ഒന്നും പറയാനില്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ എന്ന മഹാനടനെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു ഫാൻ ബോയ് സംഭവം ആവട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഈ വരുന്ന മാർച്ച് 27-ന് ടീസറിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ലൈക്കയും ആശീർവാദ് സിനിമാസും കൂടെ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ പിക്ചർ ക്വാളിറ്റി, ടീസറിൻ്റെ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ല പൈസ മുടക്കി ഓരോ സ്ക്രീൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ വിഷ്വൽസ് ഭയാനകപരമായിട്ടുള്ളൊരു വിഷ്വൽസാണ്. എന്നുവെച്ചാൽ എബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് സിനിമയെന്ന് പറയുന്നത്. ആരാണ് ഈ എബ്രഹാം ഖുറൈഷി? 25 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. വളരെ പക്ക നീറ്റിംഗ് ആയിട്ട് ഒരു മാസീവ് സംഭവമാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഒരു പിടിതരാത്തൊരു ടീസറാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. അപ്പം മാർച്ച് 27 വരെ കാത്തിരിക്കുക. ഒരു വമ്പൻ സാധനം തന്നെയാണ് പ്രതീക്ഷയോടെ. അതിൻ്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും എല്ലാം ഗംഭീരമായി വന്നിട്ടുണ്ട്. കാരണം ഓരോ ഷോട്ട്സും അത്ര ക്രിസ്പ് ആൻഡ് ഷൈൻ പോലെയാണ്. അത്ര നീറ്റായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ പൃഥ്വിരാജ് സുകുമാരൻ. അപ്പം എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഒന്നൊന്നര തിരിച്ചു വരവെന്നല്ല, ഇതൊരു എക്സ്ട്രീം മോഡായിരിക്കണം. നല്ല ബഡ്ജറ്റുള്ളൊരു സിനിമയാണ്. ഏകദേശം ഒരു 500 കോടിയെങ്കിലും അടിച്ചാൽ മാത്രമേ സിനിമയ്ക്ക് നല്ല ലാഭം കയറത്തുള്ളൂ. പക്ഷേ പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും ഇതിന് അപ്പുറം അടിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എമ്പുരാൻ എന്നുള്ള ചിത്രം. കാരണം കുറേ വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മഹാനടൻ്റെ കംബാക്കാണ് ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ദി കംപ്ലീറ്റ് ആക്ടർ ഈസ് ബാക്ക്. ഈ ടീസർ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം ഒരേ ഒരു രാജാവ് തന്നെയാണ് മലയാള സിനിമയിൽ. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതിനാണ് ഇതൊരു ഉദാഹരണമാണ്. യുദ്ധം തിന്മയുള്ള ആയിട്ടുള്ളൊരു യുദ്ധമാണ്. ആ ഡയലോഗ് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മഹിരാവണനാണ്, ഇബീസാണ്, ലൂസിഫറാണ്. ഒരു രക്ഷയുള്ള സംഭവമാണ്. ടീസർ ഗംഭീരമായി വന്നിട്ടുണ്ട്. സകല റെക്കോർഡും മലയാളത്തിലെ സകല ടീസർ ട്രെയിലർ റെക്കോർഡും തകർത്തുകൊണ്ടാണ് പോകുന്നത്. ടീസറിൻ്റെ ഈ മില്യൺസ് കൗണ്ട് എന്ന് പറയുന്നത് യൂട്യൂബിൽ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കേണ്ട സിനിമ. നല്ല പാൻ ഇന്ത്യൻ സംഭവം തന്നെയായിരിക്കും സിനിമ. അതിനൊരു മാറ്റമില്ല. അതിനു വേണ്ടി തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ടീസറിനെ കുറിച്ച് പറയാനുള്ളത്. വാക്കുകളില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ടീസർ കണ്ടപ്പോൾ തന്നെ വേറെ ലെവലായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടീസർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. താങ്ക്സ്.